മിരിയമും മറഞ്ഞിരിക്കുന്ന കിണറും. ഒരു ശാന്തമായ മരുഭൂമിയിൽ ഗ്രാമത്തിൽ മരിയം എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു. വെള്ളം കണ്ടെത്താൻ ആളുകൾ എപ്പോഴും പാടുപെടുമായിരുന്നു. മരിയത്തിൻ്റെ കുടുംബം എല്ലാ ദിവസവും മഴയ്ക്കായി പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ വരണ്ട ദിവസങ്ങൾക്ക് ശേഷം വെള്ളം തേടി മരിയം പതിവിലും കൂടുതൽ ദൂരം പോകാൻ തീരുമാനിച്ചു. അവൾ ഒരു ചെറിയ പാത്രം ചുമന്നു. കർത്താവേ, ദയവായി എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അവൾ ഒരു പാരക്കൂട്ടം കാണുന്നവരെ നടന്നു. അവൾ മുട്ടുകുത്തി കുഴിക്കാൻ തുടങ്ങി. ആദ്യം ഒന്നും സംഭവിച്ചില്ല. അവളുടെ കൈകൾ തളർന്നു. അവൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മരിയം തൻ്റെ അമ്മയുടെ വാക്കുകൾ ഓർത്തു. നീ ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കുക. നീ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുന്നത് നിർത്തരുത്. നീ മുട്ടുമ്പോൾ ദൈവം വഴി തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ മരിയം വീണ്ടും പ്രാർത്ഥിച്ചു. കുഴിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവളുടെ വിരലുകൾ തണുത്ത മണ്ണിൽ സ്പർശിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നിന്ന് തണുത്ത വെള്ളക്കുമിളുകൾ പോലെ ഉയർന്നു. അവളുടെ പാത്രം നിറഞ്ഞു. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി. ദൈവം നമ്മുടെ വാക്ക് കേട്ടു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് താമസിയാതെ ഗ്രാമം പുതിയ കിണറിൽ ഒന്നുകൂടി. എല്ലാവരുടെയും ദാഹം ശമിച്ചു. ആ രാത്രിയിൽ മരിയം നക്ഷത്രങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കുമ്പോൾ ദൈവം എപ്പോഴും ഒരു വഴി ഒരുക്കുമെന്ന് ഇപ്പോൾ അവൾക്കറിയാം. പാഠം: വിശ്വാസം എന്നത് ഒരിക്കൽ മാത്രം ചോദിക്കുന്നതല്ല. ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. യാചിക്കുന്നവൻ എവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടെ പറയുന്നു. ലൂക്കാസ് 11-ാം അധ്യായം 10-ാം വാക്യം.